ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് ശബരിമലയിലെ ക്യൂ. ഈ ക്യൂ ആദ്യമായിട്ടാണോ ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടാവുന്നത്? ശബരിമലയും മായിട്ട് കമ്പയർ ചെയ്യുന്ന പല അമ്പലങ്ങളുമുണ്ട്. തിരുപ്പതിയാണ് പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ കൊടുക്കുന്നത് പാലാണ്. അതായത് ഭക്തർ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് പാലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇതിന് കാരണം എന്താണ്? പ്രധാന കാരണം നമ്മുടെ അമ്പലമുള്ളത് ഒരു കാട് വനപ്രദേശത്ത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വനം കയ്യേറി അല്ലെങ്കിൽ അവിടെ വെട്ടിച്ചുരുക്കിയിട്ട് വേണം അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ. അത് നമുക്ക് അത്ര പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. എന്നാൽ എത്രയാണ് ഇതിൽ നിന്ന് സമ്പാദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്? ഏകദേശം 400 കോടിയോളം രൂപ ഓരോ വർഷവും ലഭിക്കുമ്പോൾ തിരുപ്പതിയൊക്കെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പണം കൃത്യമായിട്ട് വിനിയോഗിച്ചൂടെ എന്ന് ചോദിച്ചാൽ ആ പണം ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അതിൽ നിന്നല്ല നമ്മുടെ ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സാധാരണക്കാരിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് ഒരു ട്രസ്റ്റ് മുഖേനയായിട്ട് ശബരിമലയെ കൊണ്ടുപോയിക്കൂടെ എന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എന്തുകൊണ്ട് പ്രഷർക്ക് ഉത്തരം കിട്ടുന്നില്ല? ആദ്യ കാര്യം തന്നെ പറയാം. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്നാണ് ഓരോ കൊല്ലവും 700-800 കോടിയൊക്കെയാണ് ഗവൺമെൻറ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിനിയോഗം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന 400 കോടി കൊണ്ട് അവിടെയുള്ള ഉപകാരങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്ന പണം അവിടെ ഉപയോഗിക്കാതെ ഭക്തരുടെ പണം മാത്രമായിട്ട് അവിടെ ഉപയോഗിക്കപ്പെടും. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതീയത ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള അമ്പലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെതായ ഇതില്ലെങ്കിൽ ആചാര സംരക്ഷണം എന്ന് പറയുമ്പോൾ ആചാരത്തിൽ മുന്തിയ ഇനം ഉള്ള ജാതികൾക്ക് പ്രധാനമായിട്ടുള്ള റോളുകളും താഴ്ന്ന ജാതിക്കാർക്ക് അവിടെ ഒരു എന്താ പറയുക, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയിത്തം കൽപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിപ്പോവാം. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അവിടെ ഉണ്ടാവുമെന്ന ഭയമാണ് ഇതിൽ നിന്ന് ഗവൺമെൻറ്റിനെയും മറ്റുമൊക്കെ മാറ്റാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്ത് നമുക്ക് ഈ ശബരിമലയിൽ തിരക്ക് കുറയ്ക്കാം? 18-ാം പടിയുടെ വലിപ്പം കൂട്ടുന്നതിനൊക്കെ ഉപരി വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സംവിധാനമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് പ്രായോഗികമായിട്ട് വരാനായിട്ട് കുറേ സമയം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാരണം, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി വലിയ രീതിയിൽ പരസ്യം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വെർച്വൽ ക്യൂ ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരക്ക് കുറയ്ക്കാം. പക്ഷേ എല്ലാ ദിവസവും അവിടെ ശബരിമല തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ലളിതമാക്കാൻ ശ്രമിച്ചാലും ഒരുപാട് ഭക്തർക്ക് അവിടേക്ക് തൊഴാൻ വരാതിരിക്കുന്ന ഒരവസ്ഥ വരും. അത് ഒരു വലിയ പ്രതിസന്ധിയാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിന് ചുറ്റുമുള്ള വലിപ്പം, അതായത് ജനങ്ങൾ കൂടുതൽ തിങ്ങി വരുന്ന ആ ഒരു സമയത്തെ തിരക്ക് കുറയ്ക്കുക എന്നത് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുക. എല്ലാ മാസവും അവിടെ വീണ്ടും നമുക്ക് അവിടെ ദർശനമുണ്ട്. അപ്പോൾ ആ മാസങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും വരുന്നതും ശബരിമലയ്ക്ക് ഈ ഒരു മണ്ഡലകാലത്ത് വരുന്നതും ഒരുപോലെ തന്നെയാണെന്നുള്ള രീതിയിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടി വരും. അല്ലാതെ മറ്റു വഴികളില്ല. കാരണം ഓരോ വർഷവും ജനങ്ങളുടെ എണ്ണം കൂടുകയാണ്, ഭക്തരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കും വർദ്ധിക്കും. കുട്ടികളുമായിട്ട് പോകുന്നത് വളരെ റിസ്ക് ഉള്ളതാണ്. നമ്മൾ അറിഞ്ഞതാണ് ഒരു വാർത്ത, ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആ കുട്ടി മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ദുരന്ത വാർത്ത നമ്മളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനത്തെ റിസ്കുകളൊന്നും എടുക്കരുത്. ഭക്തി മൂത്ത് ഭ്രാന്താവുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറരുത്. രോഗവും അങ്ങനെ പെട്ടെന്നൊന്നും ഡോക്ടറെ കാണിക്കാതെ വെറുതെ മല കയറിയതുകൊണ്ട് മാറില്ല. ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിനു മുകളിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ മരണപ്പെടാനും രോഗം മൂർച്ഛിക്കാനുമുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ അവിടേക്ക് വരുന്ന ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിൽ തിരക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അവിടുത്തെ വൃത്തി കൂട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദർശനത്തിന് എല്ലാ വർഷവും പോകണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എല്ലാ വട്ടവും മണ്ഡലകാലത്ത് തന്നെ പോകണമെന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊക്കെ സഹിച്ചേ തീരുവെന്ന ഒരു
കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പോംവഴി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷമാണോ ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനോഹരമാവുമോ എന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.